ഇറ്റലിയുടെ ചരിത്രത്തിൽ മിലാനിലെ വളരെ പ്രസിദ്ധി ആർജിച്ച വാവ സ്റ്റോഴ്സ് ഓഫ് ലാ സ്കാല എന്ന പ്രഭു കുടുംബത്തിലായിരുന്നു വിശുദ്ധ ഗാൾഡിൻ ജനിച്ചത്. നിഷ്കളങ്കതയും നന്മയുമായിരുന്നു യുവാവായ വിശുദ്ധന്റെ ആഭരണങ്ങൾ. പുരോഹിത പട്ടം ലഭിച്ച വിശുദ്ധനെ മെത്രാപോലിത്ത അദ്ദേഹത്തിന്റെ സ്ഥാനപതിയും ആർച്ച് ഡീക്കനുമായി നിയമിച്ചു. അന്നു മുതൽ സഭാഭരണമെന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിന്റെ ഒരു നല്ല പങ്ക് വിശുദ്ധ ഗാൾഡിന്റെ ചുമലിലായി. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും വിശുദ്ധ ഗാൾഡിൻ വിശ്രമമില്ലാതെ സുവിശേഷം പ്രഘോഷിക്കുകയും ദരിദ്രരെ സഹായിക്കുകയും ചെയ്തു. വിശുദ്ധന്റെ ഹൃദയത്തിൽ പ്രഥമ സ്ഥാനം ദരിദ്രർക്കായിരുന്നു. ആത്മാർത്ഥമായ വിനയമുണ്ടായിരുന്ന അദ്ദേഹം തന്റെ രൂപതയിലെ ഏറ്റവും എളിയവനായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വിശുദ്ധൻ തന്റേതായി കരുതുകയും അവർക്ക് വേണ്ട കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. കത്താരി, മാനിച്ചീസ് തുടങ്ങിയ മതവിരുദ്ധ സിദ്ധാന്തങ്ങളെ വിശുദ്ധന് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിച്ചു. നിരന്തരമായ പ്രാർത്ഥനകൾ വഴി വിശുദ്ധൻ തന്റെ വിശ്വാസഗണത്തിന്റെ മേൽ ദൈവകടാക്ഷം എത്തിച്ചു. പർവ്വതത്തിൽ വെച്ച് ദൈവവുമായുള്ള സംഭാഷണത്തിന് ശേഷം വെട്ടിത്തിളങ്ങുന്ന മുഖവുമായി മോശ ഇറങ്ങി വന്ന പോലെയായിരുന്നു വിശുദ്ധനും. ഏറെ ക്ഷീണിതനായിരുന്നുവെങ്കിലും വിശുദ്ധ കുർബാന മധ്യേ വളരെ തീക്ഷ്ണതയോടെ കൂടി സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1176 ഏപ്രിൽ 18 ആ പ്രസംഗവേദിയിൽ വെച്ച് വിശുദ്ധൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. വിശുദ്ധന്റെ പേരിൽ നിരവധി അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിലാനിലെ പുരാതന ആരാധനാക്രമങ്ങളിലും പ്രാർത്ഥനാക്രമങ്ങളിലും റോമൻ രക്തസാക്ഷിത്വത്തിലും വിശുദ്ധന്റെ നാമം പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്.